ഈ പതിവില്ലാതെ നമ്മുടെ പുലികളി വിവാദത്തിലായല്ലോ. വി കെ ശ്രീരാമൻ എന്ന് പറയുന്ന നടൻ ഈ പുലികളെ ആക്ഷേപിച്ചു എന്നാണ് ഒരു പരാതി. പക്ഷേ ഈ പുലികളി എന്ന് പറയുന്നത് ഒരു കലയാണോ അതോ ഒരു പെർഫോമൻസ് ആണോ? അല്ല, ഇത് കല എന്ന് പറഞ്ഞാൽ കല ഇന്ന രൂപത്തിൽ മാത്രമല്ലല്ലോ. ഉം. ഒരു പ്രത്യേക ഇപ്പോൾ കുറത്തിയാട്ടം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം ആരും കാണാറില്ല അമ്പലത്തിലൊക്കെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണാറുണ്ട്. അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കലാരൂപമാണോ? അതൊരു നൃത്തത്തിൻ്റെ രൂപമാണ്. അല്ല, അത് ഇത് ഇത് മറ്റേ ദീപാധാരണ കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇതിലാണ്. അത് ഒരു വലിയ സംഭവമല്ല. അല്ല. ഇപ്പോൾ ഈ ഓട്ടംതുള്ളൽ ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല, ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി. അല്ല, അതും ക്ഷേത്രങ്ങളിൽ പോലും ഇല്ല. ഇല്ല, കാണാനില്ല. ഞാനൊരിക്കൽ ചിറ്റൂർ അമ്പലത്തിൽ ഓട്ടംതുള്ളൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു മ്യൂസിയം പീസല്ലേ കാണാൻ നേരി പോയിട്ട് ഞാനടക്കം 4 പേരാണ് അത് ഉണ്ടായിരുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏതാണ് കലാരൂപം, ഏതല്ല കലാരൂപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തർക്കിക്കാം. ഇപ്പം സിനിമ ഒരു കലാരൂപമാണ്. അതൊരു ഇൻഡസ്ട്രി അല്ലേ? മീഡിയ ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത്. അല്ല, ഫിലിം ഇൻഡസ്ട്രി എന്നല്ലേ പറയണത്? നിങ്ങൾ സിനിമാക്കാരോട് സംസാരിച്ച് നോക്ക്. ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ പറയുന്നു എന്ന് അതെ പറയും. അതെ. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അത് നമ്മൾ കലയാണെന്നും പറയും. എന്നാൽ ഇപ്പോൾ സിനിമകളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ 99.99% കലാമൂല്യം എന്നുള്ള സിനിമകളെ. പക്ഷെ അതിനകത്ത് അഭിനയമുണ്ട്, സംഗീതമുണ്ട്, ആലാപനമുണ്ട്. അതൊക്കെ കലകളല്ലേ, സുകുമാര കലകളാണല്ലോ. നൃത്തമുണ്ട്. ഏത് സിനിമയിലും? അല്ല, സിനിമയിൽ എന്തും ആകാം. ഇതൊന്നും ഇല്ലാത്ത സിനിമയും ഉണ്ട്. ഇപ്പോൾ സെവൻത്ത് സീൽ എന്ന് പറഞ്ഞ സിനിമ, 7ാം മുദ്ര എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. മരണത്തെക്കുറിച്ച്, മരണം ക്യാരക്ടറായിട്ട് വരുന്നൊരു സിനിമയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഇത്തരം സിനിമകളൊക്കെ തേടിപ്പിടിച്ച് കണ്ടിരുന്നൊരു കാലത്താണ് ഇതൊക്കെ കണ്ടേക്കണം. പക്ഷേ അങ്ങനെ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന സിനിമകളിലും കലയുമില്ല, കൊലയുമില്ല, ഒന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് പണം മുടക്കി പണം മേടിക്കുക എന്നുള്ളതാണ്. അല്ല, ശ്രീരാമൻ്റെ ഈ പ്രസ്താവന ഞാൻ പറഞ്ഞു അതിന് സാർ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ? ഇത് തീർച്ചയായിട്ടും അപലപനീയമാണ്. ഒരു കാരണവശാലും ശ്രീരാമൻ എന്നല്ല, ആരും അങ്ങനെ നടത്താൻ പാടില്ല. ശ്രീരാമൻ ഒരു നടൻ എന്ന നിലക്ക് ഒരു കാരണവശാലും ഒരു വലിയ നടനല്ല, വലിയ നടനേ അല്ല. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുഹൂർത്തം, അഭിനയത്തിൻ്റെ ഒരു ഭാവം വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ ഒരു സിനിമയിലും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാളാണ് ശ്രീരാമൻ. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിസ്മയം കണ്ടിട്ടില്ല നടനം എന്ന് പറഞ്ഞ കാര്യത്തിൽ. പിന്നെ അദ്ദേഹം എഴുതുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വലിയ എഴുത്തുകാരനും അല്ല. അപ്പോൾ ഒരു വലിയ നടനല്ല, ഒരു വലിയ എഴുത്തുകാരനല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനവനുള്ളതിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യം തങ്ങൾക്കുണ്ട് എന്ന് കരുതി വശമായി ജീവിക്കുന്ന ഒരാളാണ്. ബുദ്ധിജീവിയൊക്കെയാണ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു ബുദ്ധിജീവി നാട്യത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇത് ഓക്കാനം വരും. ഓക്കാനം വരുന്ന എത്രയോ വേറെ എന്തെല്ലാം സിനിമ കണ്ടാൽ, എത്ര സിനിമ കണ്ടാലും ഓക്കാനം വരും. അതിൽ ഇയാൾ അഭിനയിച്ചേക്കണ അഭിനയം കണ്ടാൽ ഓക്കാനം വരുമെന്ന് പറയാവുന്നതല്ലേ? അങ്ങനെ ആളുകൾക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും അപമാനിക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഥകളി മഹത്തായിട്ടുള്ള കലാരൂപമായിരുന്നു, കഥാപ്രസംഗം അല്ല എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും അത് ഈ കോളേജുകളിലെ മലയാള അധ്യാപകരാണ് അത് പ്രചരിപ്പിച്ചവരിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. കഥകളി മഹത്താണ്. കഥകളി എത്ര പേര് കാണാനുണ്ടെന്ന്? അതെ അതെ. എത്ര പേരുണ്ട് ഇപ്പോൾ കഥകളി കാണാൻ? കഥകളിയാണെങ്കിൽ ഒരിക്കലും ഒരു ജനകീയ കലാരൂപമേ ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കഥകളിയുടെ പ്രത്യേകത എന്താണ്? പുലരും വരെ കഥകളി എന്നാണ്. അതെ അതെ. ഈ പുലരും വരെ കഥകളി കണ്ടു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് ഉറങ്ങുകയും വീണ്ടും ഭക്ഷണം കഴിക്കുകയും വീണ്ടും കഥകളി കാണാൻ പോവുകയും ചെയ്യുന്ന ഒരു ജന്മി പാരമ്പര്യത്തിൻ്റെ അവക്ഷിപ്തം എന്ന നിലക്കാണ് നിൽക്കുന്നത്. അതിലാണ് ഇതിൻ്റെ ഇത് വന്നേക്കണം. ഇന്ന് ഞാൻ ചിറ്റൂർ കോളേജിലുള്ള സമയത്ത് സാക്ഷാൽ ഇദ്ദേഹത്തിൻ്റെ മറ്റേ കൃഷ്ണൻ നായർ ആശാൻ്റെയൊക്കെ കഥകളി ഉണ്ടായിരുന്നു ചിറ്റൂർ കാവിൽ.
ഞങ്ങൾ കോളേജിൽ നിന്ന് കുറച്ച് അധ്യാപകർ എന്ന് കാണാവുന്ന കയറി പോയിട്ട് കഥകളി തുടങ്ങുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഒരു 10 പേര് വന്നിരുന്നാൽ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് ശരി. ആ, ചിറ്റൂരമ്പലത്തിൽ കഥകളി കേൾക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ്, ആളുകളില്ല. കഥകളി ആസ്വാദകർ വളരെ കുറവാണ്. അപ്പോൾ പക്ഷേ ലക്ഷക്കണക്കിന് പേര് ആസ്വദിച്ചിരുന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. അത് അന്യം നിന്ന് പോയി. അത് അന്യം നിന്ന് പോയി. അങ്ങനെ പല ആളുകൾ ഈ എന്താ പറയുക, ആസ്വാദകരില്ലാതെ വരുമ്പോൾ ഇത്തരം കലാരൂപങ്ങൾ പലതും അന്യം നിന്ന് പോകാറുണ്ട്. ശ്രീരാമൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നൊരു സാധനം എന്ന് പറയുന്നാൽ ഒന്ന് ബോഡി ഷേമിങ്. അതാണ്, മാറും വയറും വളർന്നാൽ പുരുഷന്മാർക്ക് വളർന്നാൽ അരോചകമാണ്, അതിട്ട് തുള്ളിക്കുന്ന ഒരു പരിപാടിയാണ് പുലികളി. അല്ല, ഇത് അരോചകം അയാൾക്കാണ്. ഇയാളെപ്പോലുള്ള ഒരു നടൻ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ഇട്ട രീതിയിൽ സിനിമകളിൽ നിൽക്കുന്നത് അരോചകമാണെന്നൊരാൾക്ക്. പക്ഷെ അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഈ ഇപ്പം ഓണക്കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. മാവേലി എന്ന് പറഞ്ഞ ഒരാളെ അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ കുടവയറൊക്കെയുള്ള വളരെ സ്ഥൂലകായനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള മഹാബലി സങ്കല്പം പോലും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ കുറച്ചായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്ത്രീകൾ ഈ പുലിവേഷം കെട്ടി വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ ഒരു പുലികളി എന്ന് പറയുന്നത് ഇങ്ങനെ ദുർമേധസ്സുള്ള ആളുകൾ മാത്രം കളിക്കുന്ന ഒരു കലാരൂപം പോലെ ഇപ്പം വ്യാഖ്യാനിക്കപ്പെടുന്നു. അല്ല, ഇപ്പം മഹാബലിയുടെ കാര്യത്തിൽ ഇതൊന്ന് തുടങ്ങാം. ഈ മഹാബലിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇല്ല. അപ്പം മഹാബലിയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ രാജുവിൻ്റെ മോഡലിൽ അവതരിപ്പിക്കാം, അതല്ലെങ്കിൽ ഇന്നസെൻറ്റിൻ്റെ മോഡലിലും അവതരിപ്പിക്കാം. നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള മഹാബലി വളരെ വീരനായ ഒരു യോദ്ധാവായിരുന്നു എന്നൊക്കെ. അല്ല, അത് മഹാബലിയെക്കുറിച്ച് നമുക്ക് എടുക്കാം, എന്തായാലും ഓണം വരെയാണില്ല. ഇത് കഴിഞ്ഞ ഉടനെ ഒരെണ്ണം എടുക്കാം. അതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഇത് ഈ അത് ഓരോ മനുഷ്യരും സങ്കല്പിക്കുന്നത് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ പക്ഷേ മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്ന മാവേലി എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റിൻ്റെ മാവേലിയാണ്. അതെങ്ങനെ കോമാളി മാവേലി അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓഡിയോ കാസറ്റ് ഇറക്കിയിരുന്ന കാലത്ത് മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞു നടൻ ദിലീപും നാദിർ ഷായി കൂടി ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു മഹാബലി സങ്കല്പമാണ്. ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ സങ്കല്പിക്കാമല്ലോ. അതെ, അതിൽ തെറ്റൊന്നും പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് പുരുഷന്മാരിങ്ങനെ കൊടവയറും ഇതെല്ലാം കാണിച്ച് തുള്ളി നടക്കുന്നത് ഓക്കാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ CV ശ്രീരാമൻ സിനിമകളിൽ ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്ന രീതിയിൽ നിന്ന് യന്ത്രം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 10 വട്ടം ഓക്കാനം വരുമെന്ന് ഒരാൾക്ക് പറയാവുന്നതല്ലേ? അത് വ്യക്തിപരമാണ് ഈ അഭിപ്രായങ്ങളെല്ലാം. അങ്ങനെ പറയരുത്, അതാണ്, അങ്ങനെ പറയരുത്. ഇതൊരു ഞാനത് കാണാറില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറയാം, ഓക്കെ, സമ്മതിച്ച്. ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയല്ല, ഇത് ഓക്കാനം വരും, ഇതിങ്ങനെ പുരുഷന്മാരിങ്ങനെ ഇത് ശരീരം കാണിക്കുന്ന. ഇയാൾക്ക് ഒരുപക്ഷെ കുടവയറുണ്ടാവില്ലായിരിക്കാം, ഇയാൾക്ക് കുടവയറില്ല. ഇനി കുടവയർ ഇയാൾക്കുണ്ട് ഇല്ല എന്നിട്ട് ഇയാൾ നല്ല നടനില്ല. അത്യാവശ്യം കുടവയറൊക്കെ ഉണ്ടായിരുന്ന നടനായിരുന്ന അടൂർ ബാസി ഇല്ലേ? അടൂർ ബാസിക്ക് കുടവയറുണ്ടായിരുന്നു. അടൂർ ബാസിയുടെ അഭിനയം നമ്മൾ കണ്ട് ആസ്വദിച്ച് ചിരിച്ചിട്ടുള്ളത്. അല്ല, അത് മാത്രമല്ല, ശ്രീരാമൻ പറഞ്ഞതിനകത്ത് എനിക്ക് യോജിപ്പുള്ളൊരു കാര്യം, ഈ കുടവേറന്മാർ മാത്രമല്ല പുലികളിയിൽ പങ്കെടുക്കുന്നത്. അതെ, അതാണ് അതിൻ്റെ അകത്ത് വലിയ. അതെ, ഇനി അതുണ്ടെന്ന് തന്നെ വെക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് കുടവയറുണ്ട്, അയാൾ ഞാൻ ചോദിക്കട്ടെ, ഒരു നടൻ്റെ ഉപകരണം എന്താണ്? അവിടെ നിന്ന് കൊടുക്കുക, എക്സ്പ്രഷൻ, ഭാവങ്ങളാണ്. അല്ല, അവൻ്റെ ശരീരമാണ്. ആ ശരീരത്തെ ഉപകരണമാക്കിയിട്ട് അരങ്ങിന് എന്താണോ വേണ്ടത് അത് അവതരിപ്പിക്കുന്നതാണ് ഔചിത്യം. അരങ്ങാണ് ഒരു നടൻ എന്ത് അവതരിപ്പിക്കണം, എന്ത് അവതരിപ്പിക്കണ്ട എന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്നത്. അരങ്ങിനെ നോക്കിയിട്ടാണ് സംവിധായകൻ നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെയല്ലേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നാടകത്തെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. അതെ, മിസ എന്ന് പറഞ്ഞ നാടകത്തെക്കുറിച്ച്. ഒരു നഗ്നത എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയാലേ എന്ത് സാധനവും അശ്ലീലമാകുള്ളൂ. കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അശ്ലീലമല്ല. അതെ, തീർച്ചയായിട്ടും. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ, സന്ദർഭത്തിന് യോജിക്കാത്തതാണെങ്കിൽ അശ്ലീലമാണ് ഏതായിരുന്നാലും. അനാവശ്യമായി കുത്തിക്കെറ്റിയതാണെങ്കിൽ. സന്ദർഭത്തിന് യോജിക്കുന്നതാണെങ്കിൽ നഗ്നത ശ്ലീലം തന്നെയാണ്. അതിൻ്റെ എസ്തെറ്റിക് യൂണിറ്റിയിൽ അത് നിന്നാൽ മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ ഇതൊരു കലാരൂപം എന്ന നിലക്ക് ഒരു പക്ഷേ ഈ ശ്രീരാമനെ പോലെ വലിയ ഉന്നത നിലവാരത്തിലുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യർ അത് ആസ്വദിക്കുന്നുണ്ട്. അവരെ ആക്ഷേപിക്കുന്നതിനും കൂടി തുല്യമാണിത്.
എന്നുവെച്ചാൽ ഈ ഓക്കാനം വരുന്ന കലാരൂപങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ റോട്ടിലിറങ്ങി നിന്ന് ഇത് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെയും കൂടി ആക്ഷേപിക്കുകയാണ്. അതിനൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾക്ക് പറയാം എനിക്ക് ഇഷ്ടമല്ല അത്, പറഞ്ഞോളൂ, ഓക്കെ, ആർക്കാ വിരോധം? ഇത് ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ പുലികളി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തൃശ്ശൂർ മറ്റൊരു ആഘോഷമുണ്ട്, സാന്താക്ലോസുമാരിറങ്ങും, ആയിരക്കണക്കിന്. അതിനകത്തും ഈ പറഞ്ഞ പോലെ വലിയ വയറൊക്കെ ഉള്ള സാന്തമാരാണ് തുള്ളിച്ചാടുന്നത്. അപ്പോൾ അത് ഇയാൾ പറയുക മിണ്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇയാൾ സെക്കുലറാണ്. അത് പറഞ്ഞാൽ സെക്കുലറിസം പോവും. ഇങ്ങനത്തെ ഈ കാപട്യം കൊണ്ട് നടക്കണ എന്തിനാണ്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഞാൻ ഈ കഥാപ്രസംഗത്തെ കുറ്റം പറഞ്ഞു തരുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളായ കലാരൂപങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കഥാപ്രസംഗക്കാരാണ്, മലയാള അധ്യാപകരൊന്നുമല്ല. അത് ശരിയാണ് സാറേ. പക്ഷേ എനിക്ക് അഭിപ്രായ വ്യത്യാസം അതിലുള്ളൂ. സാറിനോട് ഞാൻ ആദരപൂർവ്വം വിയോജിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ തകർത്തത് അവരാണ്. അതെ, അതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അമ്പലമുറ്റത്ത് ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ കളിയാക്കുന്ന കഥാപ്രസംഗം, നാടകം, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ആളുകൾ കൂടുതൽ അമ്പലത്തിലേക്ക് പോയിട്ടേ ഉള്ളൂ. കഥാപ്രസംഗക്കാരനെ ഔട്ടായുള്ളൂ. ഞാൻ പറയുന്നത് ജനകീയ കലാരൂപങ്ങളുണ്ട്. ആ ജനകീയ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ആസ്വദിക്കുന്നതാണ്. അതെ, ബുദ്ധിജീവികളുടെ കലാരൂപങ്ങളുണ്ട്, അത് ആസ്വദിച്ചോളൂ. അവരോട് പറഞ്ഞില്ലല്ലോ ഇല്ല എന്ന്. ഇപ്പോൾ കൂടിയാട്ടം ആസ്വദിച്ചോളൂ, മഹത്തായ കലാരൂപമാണ്. എത്ര പേർക്ക് ആസ്വദിക്കാൻ കഴിയും? അതെ. കഥകളി മഹത്തായ കലാരൂപമാണ്, എത്ര പേർക്ക് പറ്റും? അപ്പോൾ വളരെ മഹത്തായിട്ടുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കേണ്ടവർ അത് ആസ്വദിച്ചോട്ടെ, ആസ്വദിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ ശങ്കരപ്പിള്ളയുടെയും സച്ചിദാനന്ദൻ്റെയും അതുപോലുള്ളവരുടെയൊക്കെ കവിതകൾ വായിച്ച് ആസ്വദിക്കുന്നവർ തന്നെയാണ് എന്ത് പറയുന്നത്, പുലികളി കോശമാണെന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. മഹത്തായ ഈ കവിതയിലെ കാര്യങ്ങൾ എനിക്ക് നിശ്ചയമുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സമീപനം ശരിയല്ല. ശരിക്കും ശ്രീരാമൻ്റെ ഒരു ഖേദം പറയേണ്ടതാണ്. അല്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ കണ്ടില്ല. ഖേദം പ്രകടിപ്പിച്ചു, ഞാൻ അങ്ങനെ എനിക്ക് ഉചിതമായില്ല, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ജനരോഷം ആളിക്കത്തിയപ്പോൾ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു തന്ത്രം മാത്രമാണ്. തൃശ്ശൂർ ഇറങ്ങി കിടന്ന ആളുകൾ താടിക്കിട്ട് തട്ടും. അതെ, അതാണ് എൻ്റെ പ്രശ്നം. നന്നായി, അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതെ, ഓക്കെ.